Audio Jungle. Audio Jungle. മോർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ സൗണ്ടൊക്കെ വല്ലാണ്ടിരിക്കുകയാണല്ലോ, പനിയായിട്ട് മാറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ദാ അതുപോലെ തന്നെ അടുക്കളയിൽ വന്നിട്ടുണ്ട്, ചായക്ക് വെള്ളമൊക്കെ വെച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ദാ സാമ്പാറും ഇഡ്ഡലിയും ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ ചായക്ക് വെള്ളമൊക്കെ വെച്ച് തിളച്ചു, ചായപ്പൊടിയൊക്കെ ഇട്ടു. ഇന്നിപ്പോൾ സാമ്പാർ വയ്ക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം ഞാൻ വിചാരിച്ചു മസാല ദോശ വെക്കാമെന്ന് വിചാരിച്ചു. മസാല ദോശ വെച്ചിട്ട് കുറേ നാളായിരുന്നു. അപ്പോൾ മസാല ദോശ വെക്കാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ നടക്കുമെന്നറിയില്ല. അമ്പു അതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റാൽ എനിക്ക് ദോശ മാത്രമായിട്ട് ഉണ്ടാക്കേണ്ടി വരും, ദോശയും സാമ്പാറും. അപ്പോൾ ഞാൻ എന്തായാലും സാമ്പാറിൻ്റെ കഷ്ണമൊന്നും എനിക്ക് അരിഞ്ഞ് വെക്കാൻ പറ്റിയില്ലായിരുന്നു. രാവിലെയാണ് ഞാൻ എല്ലായിടത്തും അരിഞ്ഞൊക്കെ വെച്ചത്. എപ്പോഴും തലേ ദിവസം അരിഞ്ഞൊക്കെ വെക്കുന്നതാണ്. പിന്നെ ഇന്നിപ്പോൾ എനിക്ക് നടന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റ് എല്ലാം അരിഞ്ഞൊക്കെ എടുത്ത് കുക്കറിലോട്ട് ആക്കുവാണ്. പിന്നെ മസാല ദോശ ഇടയ്ക്ക് അതി പറയാറുണ്ട്. അപ്പം ഞാൻ മാവ് വീട്ടിലരയ്ക്കുമ്പോഴായിരിക്കും ഞാൻ കൂടുതലും അരയ്ക്കുമ്പോഴാണ് ദോശ ഉണ്ടാക്കാറ്, മസാല ദോശ. ആഴ്ചയിൽ എങ്ങനെ പോയാലും ഞങ്ങളുടെ വീട്ടിൽ ഒരു 2 ദിവസം ഇഡ്ഡലി ദോശ ഒക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അമ്പൂനെ ചെന്ന് നോക്കി, ഇടയ്ക്കിടയ്ക്ക് ഞാൻ അമ്പൂനെ നോക്കുന്നുണ്ട് പോയി. അപ്പം അമ്പു ഉറക്കമാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ക്യാരറ്റും പൊട്ടറ്റോയും കൂടി എടുത്തിട്ട് മസാല ദോശ വെക്കാനുള്ള ഒരു പ്ലാനിങ്ങിൽ ഞാൻ പെട്ടെന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിന് ഞാൻ കടുകൊക്കെ വറുത്തു. ലാസ്റ്റ് കുറച്ച് മല്ലിയിലേക്ക് അരിഞ്ഞിട്ട് സാമ്പാർ അങ്ങനെ മാറ്റി വയ്ക്കുവാണ്. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കാൻ വെച്ചു. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ പെട്ടെന്ന് ഇത് സവാളയൊക്കെ വാട്ടാൻ വേണ്ടിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ മറ്റേ നമ്മൾ പാചകം ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ ചെറിയൊരു കല്ലും കൂടി വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. അത് ക്യാമറയിൽ എന്തായാലും കാണാൻ പറ്റും. അപ്പോൾ അത് ഇമോഷൻ 2 പ്രാവശ്യം ചെന്നിട്ടും ഞങ്ങളുടെ പ്രസ്റ്റീജിൻ്റെ ഇത് വന്നിട്ടില്ല. അപ്പോൾ എനിക്കപ്പോൾ ഒരടപ്പിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അച്ഛന് സ്കൂളിൽ പോകണം. അപ്പോൾ രാവിലത്തെ ആ സമയത്ത് നമുക്ക് ഒരടപ്പ് എന്തായാലും യൂസ് ചെയ്യൽ നടക്കില്ല. അപ്പോൾ അത് കാരണം 2 അടപ്പത്തും കൂടി എന്തായാലും യൂസ് ചെയ്ത് പെട്ടെന്ന് ജോലി ഒതുക്കാനുള്ള ഇതിൽ ഞാൻ ചെറിയൊരു കല്ലും കൂടിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് വെക്കുന്നത്. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പിന്നെ ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചു കൂട്ടാം. അങ്ങനെ അതെല്ലാം റെഡിയായി. ലാസ്റ്റ് ഞാൻ മല്ലിയിലേക്ക് ഇട്ട് അങ്ങനെ നമ്മുടെ മസാല ദോശയ്ക്കുള്ള ആ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാത്തിലും മസാല ഇങ്ങനെ മസാലയുടെയൊക്കെ കറി വെക്കുമ്പോൾ എന്തായാലും ഞാൻ എല്ലാത്തിലും മല്ലിയില ചേർക്കാറുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ അമ്പുക്കുട്ടൻ ഉണർന്നായിരുന്നു. ചെറിയൊരു സൗണ്ട് കേട്ട് ഞാൻ ചെന്ന് നോക്കി. അപ്പോൾ ആൾ തിരിഞ്ഞ് കിടന്നതാണ്. പിന്നെ ഞാൻ വേഗം വന്ന് രാവിലെ അച്ഛനെ സ്കൂളിൽ വിടാനായിട്ടുള്ള ഒരു ഇതിൽ ഞാൻ പെട്ടെന്ന് അച്ഛനായിട്ട് ആദ്യം റെഡിയാക്കുന്നത്. നിമോചനം പിന്നെ മാക്സിമം ഒരു 9:30-10 മണി ആ ടൈം ആകുമ്പോൾ നിമോചനം പോകും. അച്ചുക്കുട്ടന് വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വണ്ടി അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് പിന്നെ ധൃതി പിടിക്കലും ആ ഒരു ഇതൊക്കെ ആയിപ്പോൾ. അത് കാരണം അച്ഛനെ വിടാനായിട്ടുള്ള ആദ്യം അച്ഛന് വണ്ടി വരുന്നതിന് മുമ്പിനെ അച്ഛനെല്ലാം റെഡിയാക്കി ഒന്ന് ഫ്രീ ആയിരുന്നാൽ പിന്നെ പ്രശ്നമില്ല. പിന്നെ നമുക്കൊരു വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നാൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പം അത് കാരണം ഞാൻ പെട്ടെന്നെല്ലാം രാവിലെ മാക്സിമം രാവിലെയൊക്കെ എഴുന്നേറ്റ് നേരത്തെ എഴുന്നേക്കാൻ നോക്കും. എന്നാലും അച്ചുക്കുട്ടന് വണ്ടി അങ്ങനെ ലേറ്റ് ആവാറായിട്ടില്ല. പിന്നെ അമ്പുക്കുട്ടൻ ഇടയ്ക്ക് എൻ്റെ ഒപ്പം ഉണർന്നു കഴിഞ്ഞ് ചെറിയൊരു വാശിയൊക്കെ വന്നാൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ അനിയനും ചേട്ടനും ഒക്കെ എഴുന്നേറ്റ് വന്ന് കുറച്ച് നേരം 2 പേരും കൂടി ഇരുന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ചൊക്കെ ഇരുന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചുക്കുട്ടനെല്ലാം റെഡിയാക്കി വണ്ടിയൊക്കെ വന്ന് അങ്ങനെ അച്ചുവിനെ ഇന്ന് സ്കൂളിൽ വണ്ടിയിൽ കയറ്റി വിടാൻ നേരത്ത് അമ്പുക്കുട്ടൻ എൻ്റെ ഒപ്പം വന്നായിരുന്നു. അപ്പോൾ അമ്പുവിന് വന്ന വഴിക്ക് താഴത്ത് ഇറങ്ങണം. അങ്ങനെ പിന്നെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അമ്പുക്കുട്ടൻ്റെ വാശി, ഇന്ന് അമ്പുവിന് എന്ത് പറ്റിയെന്നറിയില്ല, ഭയങ്കര നിർബന്ധവും വാശിയൊക്കെ ആയിപ്പോയി. പിന്നെ അങ്ങനെ സമയം പോയി ഉച്ചയായിട്ടാണ്. അപ്പോൾ ക്യാബേജ് തോരൻ വെച്ചായിരുന്നു. അപ്പോൾ ഇന്നൊരു ചെറിയൊരു സദ്യ കണക്കുണ്ട്. സാമ്പാറുണ്ടായിരുന്നു, പിന്നെ ഇന്നലത്തെ അവിയലുണ്ടായിരുന്നു,
പിന്നെ അതിൻ്റെ കൂടെ ഞാൻ തോരൻ, ക്യാബേജ് തോരനും കൂടി വെച്ചായിരുന്നു. അപ്പോൾ ചെറിയൊരു സദ്യ കണക്കായിട്ടിന്ന്. പിന്നെ ഞാൻ പപ്പടം ഉണ്ടായ പപ്പടവും കൂടി വറുത്തായിരുന്നു. അങ്ങനെ എല്ലാം ഇന്ന് മൊത്തത്തിൽ പച്ചക്കറി ആയിരുന്നു. എനിക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും വെക്കാനായിട്ടുള്ള ഒരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം ഇപ്പോൾ ഒരു 2:30 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്കാണ് ഞാൻ പിന്നെ കിളിക്കൂടിൻ്റെ അടുത്ത് വന്ന് അവർക്കുള്ള വെള്ളമൊക്കെ മാറ്റി കൊടുത്ത്, ഇവരെ ഡെയിലി വെള്ളമൊക്കെ മാറ്റി കൊടുത്ത് അവർക്കൊരു സന്തോഷമൊക്കെ. അപ്പം എന്നെ കാണുമ്പോൾ എപ്പോഴും ഭയങ്കര സൗണ്ട് എടുക്കലൊക്കെയാണ്. അങ്ങനെ ഞാൻ നിമോച്ചൻ ഊണൊക്കെ കഴിച്ചു. അപ്പോൾ എനിക്കുള്ള ഊണ് അപ്പോൾ ചെറിയൊരു സദ്യ ആയതുകൊണ്ട് ഞാൻ വാഴയില പ്ലേറ്റിലാണ് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടി വിളമ്പുന്നത്. അങ്ങനെ സാമ്പാറും തോരനും പിന്നെ ഇന്നലത്തെ അവിയലും അച്ചാറും പപ്പടവും എല്ലാം കൂടിയായിരുന്നു ഇന്നത്തെ ഊണ് ഞങ്ങളുടെ. അപ്പോൾ ഉച്ച വരെയുള്ള ഒരു കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്, കമൻറ്റ് ചെയ്യാനും ഒന്നും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും എല്ലാവർക്കും ബൈ.